ഗൈസ്, ഐക്കിൾ വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ അടുത്തൊരു ചായ കുടിക്കാണ്ട് പോവാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി മടുത്ത്. അപ്പം ചുമ്മാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. മടക്കഥ ഇതാണ് ഒമാൻ എന്ന് പറയാൻ പറ്റില്ല, മസ്കറ്റ്. ഇവിടെ അടുത്താണ് എയർപോർട്ടും കാര്യങ്ങളൊക്കെ അടുത്താണ്. നമ്മളിങ്ങനെ പോക്കാന്ന്. അതോട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അമ്മോട്ട് ഓട്ടോ ഗ്രൂപ്പ്, ജർമ്മൻ കാറുകൾ മാത്രം ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ വൈകുന്നേരം ഇപ്പം ഇങ്ങനെ നടക്കാൻ ഇറങ്ങണം. ഡ്യൂട്ടി കഴിഞ്ഞ് ഇല്ലേ ലീവുള്ള ദിവസം ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നടക്കാൻ ഇറങ്ങുന്നു. മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുമ്പോൾ കുറച്ച് നോയ്സ് കയറി വരും. ഓക്കെ, അപ്പോൾ ഗൈസ് ദാ സൂര്യൻ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ സൂര്യൻ കണ്ടാ നല്ല. ഒമാനിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. കണ്ടോ അതുകൊണ്ട് സൂര്യൻ കണ്ടല്ലോ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. താന്നു ഇപ്പോൾ താഴും എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ചൂട് കൂടി ഒമാനിൽ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാരെല്ലാവരും നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം കുറേ കാലമായി യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഫേസ്ബുക്കിനകത്ത് വീഡിയോ ഇടാറുണ്ട്, യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ടിട്ടില്ല. തന്നെ സൂര്യൻ താഴേക്ക് പോകുന്നുണ്ടോ? എന്താ അതാ പോയി എന്നോ അത്ര ടൈമിലാണ് സംഭവം നടക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. കേട്ടോ, അതാ പോയി ഇനി ഇവിടെ മുഴുവൻ ഇരുട്ടാവും. ഇപ്പോൾ സൂര്യൻ പോയി കഴിഞ്ഞാൽ മുഴുവൻ ഇരുട്ടാവേ. ഓക്കെ, പോയി ഈന്തപ്പഴം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പച്ചയാണ് കേട്ടോ, പഴുക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. നല്ല ചൂടാകുമ്പോഴത്തേക്കും ഇത് പഴുക്കും. അതായത് സമയത്ത് ഇത് പഴുക്കാൻ തുടങ്ങും. നല്ല ചൂട് വേണം ഇത് പഴുത്ത് തുടങ്ങണമെങ്കിൽ. അപ്പോൾ അതിനർത്ഥം ഇവിടെ ചൂട് വരാൻ പോവുകയാണെന്നാണ്. അപ്പോൾ ഗൈസ്, ഫുള്ള് ചൂട് വരുന്ന സമയത്ത് എന്താ പറയുക, നല്ല ചൂടായിരിക്കും. നല്ല തണുപ്പ് വരുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കജൂർ, അതായത് ഈന്തപ്പഴം, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പഴുക്കണമെങ്കിൽ ഇവിടുത്തെ ചൂട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചൂടായി തുടങ്ങും. ചൂട് തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നടക്കലാന്ന്. കാരണം വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമേ ഇങ്ങനെ നടക്കാൻ ഇറങ്ങാറുള്ളൂ. യൂട്യൂബിൽ കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഇന്ന് യൂട്യൂബിൽ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ പിന്നെ ഏറ്റവും കൂടുതലുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേപ്പിലയാണ്. ആര്യവേപ്പില ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ഇത് ആര്യവേപ്പിലയാണ്. ഇടയ്ക്ക് കൂടെ ഇങ്ങനെ നടക്കും നമ്മൾ. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ വഴി മുഴുവൻ ഇതേപോലത്തെ പ്രൊഡക്ഷൻ കമ്പനികളാണ്. അതായത് ട്രേഡിങ് കമ്പനികളാണ്. ഈ ലോജിസ്റ്റിക്സ് പോലത്തെ കമ്പനികളാണ് മുഴുവനായിട്ടും ചെയ്യുന്നത്. വെയർ ഹൗസും കാര്യങ്ങളും ഇതുണ്ട്. ഇവിടെയൊക്കെ വെയർ ഹൗസൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ വെയർ ഹൗസൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഈ കമ്പനികളുടെ ഡീറ്റെയിൽസ് എടുക്കുവാണെങ്കിൽ നല്ല സെറ്റപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. വേക്കൻസി എല്ലാം കിട്ടും. ഇതാണ്. പിന്നെ ഒമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഫുള്ള് മലനിരകളാണ്. മലകളാണ് ഉള്ളത്. അങ്ങോട്ട് തിരിഞ്ഞാലും മലകളാണ് ഒമാനിൽ. പിന്നെ വേറെന്താ പറയുക, നടക്കുകയാണ്. കാരണം വെച്ചാൽ വെള്ളിയാഴ്ച ഒരു ദിവസം ലീവ് കിട്ടി. ഇന്നെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ലീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എഴുന്നേക്കും, എന്തെങ്കിലും ഉണ്ടാക്കും. ഇന്ന് നമ്മൾ പൂരിയും ചിക്കനും ഉണ്ടാക്കി കഴിച്ചു, കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരം എഴുന്നേറ്റു, ചായ കുടിച്ചു. വീണ്ടും കിടക്കാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് പറഞ്ഞത് നമുക്ക് നടക്കാൻ പോകാമെന്ന്. എന്നാൽ പിന്നെ നടക്കാൻ പോകുമെന്ന് വിചാരിച്ച് നേരെ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ്. മുമ്പിലേക്ക് ഫുള്ള് കമ്പനികളാണ്, ലോജിസ്റ്റിക് കമ്പനികൾ, എയർ പ്രൊഡക്റ്റ്, ഓരോ കമ്പനികളാണ്. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ ഒരു ചായ കുടിക്കണം. ചായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചായകൾ കടക്ക് ചായ ഉണ്ട്, അടിച്ചായ ഉണ്ട്. ഇവിടെ മെയിൻലി എല്ലാവരും കുടിക്കുന്ന ചായ കടക്ക് ചായയാണ്. കടക്ക് ചായ വെച്ച് കഴിഞ്ഞാൽ ഒരു തരം പാല്, അതായത് ഇവിടുത്തെ പാലിൻ്റെ ഒക്കെ എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കും. ചില പാലൊക്കെ 3 ദിവസം 4 ദിവസമൊക്കെ കിട്ടുള്ളൂ. അൽമറായിൻ്റെ പാലൊക്കെ ഉണ്ട്. ഓക്കെ,
ഓ ഗൈസ് നടന്ന് മടുത്തു, കിതയ്ക്കാൻ തുടങ്ങി. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നാട്ടിലാണെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലേ. അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കൊണ്ടിരുന്നതായിരുന്നു നാട്ടിൽ. ഇവിടെ ഇപ്പം ആ പരിപാടികളൊന്നും നടക്കുന്നില്ല. കളിക്കുന്നുണ്ട് ഇവിടെ, പക്ഷേ 3 മണി 4 മണിക്കകത്തും കളിക്കുന്നുണ്ട്. പക്ഷെ കളിക്കുന്ന സമയത്ത് വരാൻ പറ്റണ്ടേ, ഉറക്കമല്ലേ ഉറക്കം. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ടൗണുകൾ ടൗണിൽ ഫുള്ള് ബിൽഡിങ്സ്, ഇതാണ് ലോജിസ്റ്റിക്സിൻ്റെ ഏരിയകളാണ്. ഇതോട്ട് വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ടോ, ഇത് വലിയ ബിൽഡിങ്സൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. അപ്പോൾ വേറെ ആക്ടിവിറ്റീസിന് പോകാനൊന്നുമില്ല, പിന്നെ നടക്കാൻ ഇറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുന്നതാണ്, ഫ്ലൈറ്റ് പോകുന്നത്. താൻ ഇറങ്ങാൻ പോവാണ് ഫ്ലൈറ്റ്. മസ്കറ്റ് എയർപോർട്ട് നമുക്ക് അടുത്താണ്, ഒരു അരമണിക്കൂറേ ഉള്ളൂ. ഓ അങ്ങനെ നടന്ന് നമ്മളിത് അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മദിയാൻ റുസൈൽ ഇൻഡസ്ട്രിയൽ സിറ്റി. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് ഏരിയകളും ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെയാണ് ഇതൊക്കെ. ഉണ്ടോ, നടന്ന് നമ്മളെത്തി. കുറേ കാലം കൂടി നടന്നുകൊണ്ട് ഇന്ന് വല്ലാത്തൊരു ക്ഷീണം. കണ്ടോ ഗൈസ്, കണ്ടോ, ഇതാണ് അരളിച്ചെടിയാണ് ഇത്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി എത്തി. ഇതാണ് ഗൈസ് ചായയും സമൂസയും. എത്ര പൈസ ഉണ്ട്? പൈസ 500 പൈസ. അങ്ങനെ ചായ സമൂസ വന്നിട്ടുണ്ട്. ചായ സമൂസ കുടിച്ചിട്ടാവാം. ചെറിയ ബോട്ടിൽ വെള്ളം പറയുന്നത്. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു നൊസ്റ്റാളജിക്ക് ഒരു സാധനം കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല ഈ സാധനം. ഇത് വർക്കിംഗ് ഒന്നുമല്ല കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഒമാനിൽ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനത്തെ പൈസ വെച്ചിട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത്. ഫോർ പേ ഫോൺ ഫോൾട്ട് പ്ലീസ് കോൾ. ഇത് വർക്കിംഗ് അല്ല ഈ സാധനം. ഇതൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് നമ്മുടെ ഇവിടെ നിന്നൊക്കെ പ്രവാസികൾ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തെല്ലാം വഴിയിൽ വിളിക്കാം. പ്രവാസ ജീവിതം. അങ്ങനെ ഒരു ലബാനും വാങ്ങി നേരെ ഇനി റൂമിലേക്ക് പോവാണ്. നേരെ റൂമിൽ ചെന്നിട്ട് കുളിക്കുക, വീണ്ടും ഉറങ്ങുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ വരെ അഖിൽ വ്ലോഗ്സിൻ്റെ എല്ലാവരും ഓക്കെ, താങ്ക് യു.